ഇനി നമുക്ക് കിവി ലൈം ജ്യൂസിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 കിവി ചെറിയ പീസുകളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് ലെമൺ ജ്യൂസ്, ഒരു 1/2 കപ്പ് പഞ്ചസാര, പിന്നെ അതിന് സോഡ ആവശ്യമുണ്ട്. പിന്നെ അടിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് തണുത്ത വെള്ളം യൂസ് ചെയ്യണം. അപ്പൊ ഇത് നമുക്ക് മിക്സിയിൽ അടിച്ചിട്ട് വരാം. അങ്ങനെ കിവിയും പിന്നെ നാരങ്ങ നീരും പഞ്ചസാരയും ചേർത്ത് മിക്സിയിൽ അരിച്ചെടുത്ത മിശ്രിതമാണിത്. അപ്പൊ ഈ ജ്യൂസ് നമുക്ക് ഒരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇതൊരു 3/4 പോർഷൻ ഒഴിച്ചാൽ മതി. ബാക്കി നമ്മൾ സെർവ് ചെയ്യണതിന് തൊട്ട് മുൻപായിട്ട് തണുത്ത സോഡ ഒഴിച്ചിട്ടാണ് സെർവ് ചെയ്യണത്. അപ്പോഴാണ് അതിന്റെ കംപ്ലീറ്റ് ടേസ്റ്റ് വരിക. ഐസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. കാരണം നമ്മൾ ഓൾറെഡി ഇതിനകത്ത് തണുത്ത വെള്ളം ഒഴിച്ചിട്ടാണ് അടിച്ചേക്കണത്. അപ്പൊ ഐസ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കാം. ഇതാണ് നമ്മുടെ കിവി ലൈം ജ്യൂസ്. നമ്മുടെ മാംഗോ ഓറഞ്ച് പഞ്ചിനുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവിടെ ഞാൻ 1 കപ്പ് മാംഗോന്റെ പൾപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് മാലാസിന്റെ മാംഗോ പൾപ്പാണ്. അല്ലെങ്കിൽ നമുക്ക് മാംഗോന്റെ ജ്യൂസ് പിഴിഞ്ഞും എടുത്ത് ഇത് ഉണ്ടാക്കാം. ഇപ്പൊ മാംഗോ ഇവിടെ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ മാംഗോന്റെ പൾപ്പ് മേടിച്ചേക്കാണ്. സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആണിത്. പിന്നെ ഇതൊരു ഓറഞ്ചിന്റെ കുരുവും തൊലിയും അതിന്റെ പാടയൊക്കെ നീക്കം ചെയ്തിട്ടുള്ള ഓറഞ്ചാണ്. പിന്നെ ഒരു വലിയ മാതളത്തിന്റെ 1/2 പോർഷൻ മാതളാണ് അടർത്തിയെടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് ഒരു വലിയ സ്പൂൺ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് നമുക്ക് ബ്ലെൻഡറിൽ അടിച്ചെടുക്കാം. അപ്പൊ മാതളം മാത്രം ഞാൻ ബ്ലെൻഡറിലാണ്, ഇതുപോലെയുള്ള ബ്ലെൻഡറിലാണ് അടിച്ചെടുക്കുന്നത്. ഇത് രണ്ടും മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് അടിച്ചിട്ട് വരാം. അങ്ങനെ മാംഗോന്റെ പൾപ്പും ഓറഞ്ചും ഞാൻ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഞാൻ അരിച്ചിട്ടില്ല, ഒട്ടും വെള്ളം ഇല്ലാണ്ടാണ് അടിച്ചെടുത്തേക്കണത്. ഇത് അങ്ങനെ തന്നെ അരിക്കാണ്ട് അങ്ങനെ തന്നെ നല്ല മധുരമുണ്ട്. പിന്നെ ഇത് നമ്മുടെ മാതളപ്പഴമാണ്. ഇതും വെള്ളം ചേർക്കാണ്ട് ബ്ലെൻഡറിൽ ബ്ലെൻഡ് ചെയ്തെടുത്താണ്. അപ്പൊ നമുക്കിത് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് പകർത്താം. അപ്പൊ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ട് പഞ്ചിൽ ലെയേഴ്സ് കാണാം നമുക്ക്. ഇത് 2 ലെയർ ആയിട്ടാണ് ഞാൻ സെറ്റ് ചെയ്യണത്. അപ്പൊ ആദ്യം നമ്മൾ ഒരു 3/4 പോർഷൻ മാംഗോ ഓറഞ്ച് ജ്യൂസിനെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അതിന്റെ മുകളിലേക്ക് മാതളത്തിന്റെ ജ്യൂസ്. ഇത് സ്പൂൺ വെച്ച് ഇളക്കാൻ പാടില്ല. ഇതുപോലെ 2 ലെയർ ആയിട്ട് തന്നെ കാണണം. അതിനുശേഷം അതിന്റെ മുകളിൽ കുറച്ച് മാതളപ്പഴം ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് വേണം. അപ്പൊ നമുക്ക് പപ്പായ പൈനാപ്പിൾ സ്മൂത്തിക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് പൈനാപ്പിൾ അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് പപ്പായ, നല്ല പഴുത്ത പപ്പായ നോക്കി എടുക്കാൻ ശ്രമിക്കണം, നല്ല മധുരമുള്ളത്. പിന്നെ 1 കപ്പ് തൈരും 1 കപ്പ് പാലും എടുത്തിട്ടുണ്ട്. പഞ്ചസാര ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ ഇത് അടിക്കാൻ ആവശ്യത്തിനുള്ള തണുത്ത വെള്ളം. പിന്നെ ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ പപ്പായയും പൈനാപ്പിളും കൂടി മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ട് വരാം. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ പപ്പായ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് പഞ്ചസാര മൊത്തം ചേർത്തു. കാരണം പപ്പായ ഇത്തിരി മധുരം കുറഞ്ഞതായിരുന്നു. നല്ല മധുരമുള്ള പപ്പായയാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഒഴിവാക്കാം. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. തൈരും പാലും ചേർക്കുമ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും ഇതെങ്ങനെയാവും എന്നുള്ളത്. പക്ഷെ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു പ്രാവശ്യമെങ്കിലും. ഭയങ്കര ടേസ്റ്റാണ്. അപ്പൊ ഞാനിത് ഒരു ഗ്ലാസ്സിലേക്ക് പകർത്താം കേട്ടോ.
ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പൈനാപ്പിൾസ് ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഐസ് വേണമെങ്കിൽ ഇട്ടാൽ മതി, കാരണം നമ്മൾ തണുത്ത വെള്ളത്തിലാണ് ഇത് അടിച്ചെടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഐസ് ഒഴിവാക്കുന്നതായിരിക്കും കുറച്ച്